ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾ ചില ഗ്രൂപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ അഡ്മിൻസിന് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ, ബാക്കി മെമ്പേഴ്സിന് മെസ്സേജ് അയക്കാൻ പറ്റില്ല. അഡ്മിൻ ഉള്ളി ഗ്രൂപ്പായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെ അഡ്മിൻ ഉള്ളി ഗ്രൂപ്പ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ഗ്രൂപ്പാണോ നമുക്ക് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പ് ആക്കേണ്ടത് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പെർമിഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വാട്ട് ക്യാൻ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഡു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഫാൾട്ടായിട്ട് എല്ലാം ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ഓഫാക്കി വെക്കുക. അത് ഓഫാക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഓഫ് ആവുന്നതായിരിക്കും. അപ്പം ആ ഒരു കാര്യം ഓഫാക്കി വെച്ചാൽ ഇനി അഡ്മിൻസിന് മാത്രമേ ഈ ഒരു ഗ്രൂപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ മെമ്പേഴ്സിന് മെസ്സേജ് അയക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മെമ്പേഴ്സ് ഫോട്ടോസും വീഡിയോസും അയക്കുന്നത് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സെൻഡ് മെസ്സേജസ് ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കുക. സെൻഡ് മീഡിയ എന്നുള്ളത് മാത്രം നമുക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം മെമ്പേഴ്സിന് മെസ്സേജൊക്കെ അയക്കാൻ പറ്റും, പക്ഷേ മീഡിയ ഇതിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും GIFും സെൻഡ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഓഫാക്കി ഇടാവുന്നതാണ്. പോൾ കണ്ടക്ട് ചെയ്യുന്നത് ഓഫാക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ഓഫാക്കി ഇടാവുന്നതാണ്. എന്തായാലും സെൻഡ് മെസ്സേജസ് എന്നുള്ളത് ഓഫാക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം അഡ്മിൻസിന് മാത്രമേ മെസ്സേജ് അയക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ താഴെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിൻ മെസ്സേജസ്, ചേഞ്ച് ചാറ്റ് ഇൻഫോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മെമ്പേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജസ് പിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാറ്റ് ഇൻഫോ ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം അതും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓഫാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ആഡ് യൂസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഓഫാക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യം എന്താ വെച്ചാൽ മെമ്പേഴ്സിന് വേറെ മെമ്പേഴ്സിനെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഓണാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ എനേബിളും ഡിസേബിളും ചെയ്യാവുന്നതാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഫുൾ അഡ്മിൻ ഉള്ളി ഗ്രൂപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻഡ് മെസ്സേജസ് ഓഫാക്കിയിടുക. ആ കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും അത് കഴിഞ്ഞാൽ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കോട്ട് വരിക. ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി മുതൽ അഡ്മിൻസിന് മാത്രമേ ഇതിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പ് ആക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.